അപ്പൊ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റാ. ശരിക്കും എന്താ പറയാ, നമ്മൾ ആയുർവേദ മരുന്ന് കഴിച്ചാൽ പറയും പഥ്യം അനുശാസിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം മരുന്ന് തരാം, ഇല്ലെങ്കിൽ എനിക്ക് മരുന്ന് തരാൻ സാധിക്കില്ല എന്ന് പഴയ ആയുർവേദ വൈദ്യന്മാര് പറയും. എന്താ ആദ്യത്തെ പഥ്യം? വലിയ കഠിനമായിട്ടുള്ള പഥ്യമൊന്നുമില്ല, അടുത്ത 21 ദിവസം ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രം. ഇവിടെ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലേ? 21 ദിവസം ഭക്ഷണം കഴിക്കരുത്. അപ്പൊ ഒന്നും കഴിക്കാൻ പാടില്ല. കഴിക്കാം, വലുതായിട്ടൊന്നും പറ്റില്ല. രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം കുടിക്കാം. അയ്യോ, അത് പോയിട്ട് എനിക്ക് 5 ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല. പിന്നെ അത്രേ പറ്റുള്ളൂ. അപ്പൊ പഥ്യം ഇമ്പോർട്ടന്റാ. എന്തിനാണ്? ആയുർവേദ മരുന്നിന്റെ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പഥ്യം അനുശാസിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? കിട്ടുന്ന ഇഫക്റ്റ് കിട്ടും, കിട്ടാത്തത് കിട്ടില്ല. അത് തന്നെ. ചിലപ്പോ ചിലര് പറയാറുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പഥ്യം ഉണ്ടാക്കിയാൽ മതി. അത് വേണ്ട. ആചാരങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം പോവരുത്. അതെങ്ങനെയാ കമ്പയർ ചെയ്യാം? ഈ തലവേദന എടുത്തപ്പോ ഡോക്ടറോട് വിളിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഡാർട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡാർട്ട് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. അടുത്ത 30 ദിവസത്തേക്ക് തലവേദന വരാതിരിക്കാൻ 10 ഡാർട്ട് ഒരുമിച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ഒന്നും അടിക്കേണ്ടി വരില്ല. അത് തന്നെ. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അതായത് ചില ആചാരങ്ങൾ കൂടുതൽ വക്രബുദ്ധിയോടുകൂടി അനുശാസിച്ചു എന്നുള്ളത് കൊണ്ട് ഓവർ എഫക്ട് കിട്ടില്ല. ചിലപ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് എഫക്റ്റ് ആയി. അതുകൊണ്ട് ഒരു ഡാർട്ട് കഴിക്കുന്നത് തലവേദന മാറാൻ, അടുത്ത കുറേ കാലത്തേക്ക് തലവേദന വരാതിരിക്കാൻ കുറേ ഡാർട്ടോ അനാസിനോ ആസ്പ്രോവോ സാരിഡോണോ ക്രോസിനോ അടിച്ച് കലക്കി അകത്തേക്ക് പോയാൽ ചിലപ്പോൾ ശരീരം മൊത്തം കൊളായി എന്ന് വരും. ഇപ്പൊ തന്നെ കൊളായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കിണറും കൂടിയാവും. അപ്പൊ യഥാർത്ഥത്തില് അമ്പലത്തിലേക്ക് പോകുമ്പോ ശ്രദ്ധിക്കാനുള്ളത് ശരീരം ശുദ്ധമായിരിക്കണം. നിർബന്ധമാണത്. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എഫക്റ്റ് ഇല്ല. നല്ലവണ്ണം കുളിച്ച് സാധിക്കുമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുമായിട്ട് അമ്പലത്തിൽ പോവാ. ഏറ്റവും നല്ല ഡ്രസ്സ് ഇളം മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ്. കാരണം സന്തോഷമുള്ള അവസ്ഥയില് നമ്മളുടെ ഓറ മഞ്ഞയാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ മഞ്ഞ വസ്ത്രം എടുത്ത് പോവാൻ പറഞ്ഞത്. നാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് ഏത് വസ്ത്രമാണ് വേണ്ടത് എന്ന് സഹപ്രവർത്തകർ ചോദിച്ചപ്പോ ഗുരുദേവൻ പറഞ്ഞ വരി എന്താണെന്നറിയോ? നല്ലൊരു വരിയാ ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ പറഞ്ഞു, ശബരിമലയിലേക്ക് ഭക്തന്മാര് പോകുന്നത് തണുപ്പ് കാലത്തായതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നവർ കറുത്ത വസ്ത്രം ഉടുക്കണം. അതേപോലെ സന്യാസി എല്ലാം ത്യജിച്ച ആളായതുകൊണ്ട് സന്യാസിമാര് കാവി വസ്ത്രം ഉടുക്കണം. അതുപോലെ ഗൃഹസ്ഥന്മാര് ശുഭ്രമായ മനസ്സുള്ളവരായിരിക്കേണ്ടത് കൊണ്ട് ഗൃഹസ്ഥന്മാര് വെളുത്ത വസ്ത്രം ഉടുക്കണം. അതേ സമയത്ത് ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്നവര് ശ്രീകൃഷ്ണന്റെ ബുദ്ധിയും ശ്രീബുദ്ധന്റെ ത്യാഗവും രണ്ടും സമന്വയിച്ച മഞ്ഞ വസ്ത്രം പീതാംബരം ധരിച്ചു വേണം ശിവഗിരിയിലേക്ക് വരാൻ. അത് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്നത്തെ അത്ര സയൻസ് ഇല്ലായിരുന്നിട്ട് പോലും വളരെ ലോജിക്കലാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ഓറ യഥാർത്ഥത്തിൽ യെല്ലോ ആയിരിക്കണം. അതുകൊണ്ട് മഞ്ഞ വസ്ത്രം ഐഡിയൽ, അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം. ഒരു കാരണവശാലും ഡീപ്പ് ബ്ലൂ, ഡീപ്പ് ഗ്രീൻ, ഡീപ്പ് റെഡ് ഈ 3 നിറത്തിലുള്ളത് ഉപയോഗിക്കരുത്. എന്താ കാരണം? അവിടെ നിന്ന് വരുന്ന എനർജി ഡ്രസ്സിൽ ഡിസോൾവ് ഔട്ട് ചെയ്യും. ഡ്രസ്സിൽ ഡിസോൾവ് ഔട്ട് ചെയ്യാതിരിക്കാനാണ് നേരത്തെ പറഞ്ഞ കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളറുള്ള ഏത് ഡ്രസ് ഉപയോഗിക്കാം. അതിനകത്തൊരു സയൻസ് ഉണ്ട്. അതാണ് ലുങ്കി ഉടുത്ത് അമ്പലത്തിലേക്ക് പോകരുതെന്ന് പറയുന്നത്. വികൃതമായ കളറുള്ളതുടുത്ത് അമ്പലത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നത്. അപ്പൊ ശരീരശുദ്ധി ഡ്രസ്സിന്റെ ശുദ്ധിയും കൂടിയാണ്. മാത്രല്ല, എന്നും ഓർമ്മിക്കാനുള്ള കാര്യം, അമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ ശരീരത്തില് ഷർട്ട് ഉണ്ടെങ്കിൽ 40 സെക്കൻഡ് സമയമെങ്കിലും ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കണം. ഷർട്ട് ഇല്ല എങ്കിൽ 20 സെക്കൻഡ് സമയം നിന്നാൽ മതി. അപ്പൊ എക്സ്ട്രാ കവർ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ സമയം ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്. സ്ത്രീകള് നിർബന്ധമായും 40 സെക്കൻഡ്, 40 മിനിറ്റ് അല്ല, 40 സെക്കൻഡ് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കണം. കാരണം ശരീരത്തിൽ കവറുണ്ട്.
അതുകൊണ്ട് എനർജൈസേഷൻ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അപ്പൊ ശരീരം ശുദ്ധമായിരിക്കണം അമ്പലത്തിലേക്ക് പോകുമ്പോൾ. രണ്ടാമത്തേത് മനസ്സ് ശുദ്ധമായിരിക്കണം. വളരെ സിമ്പിളാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ദുഷ്ടവിചാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ദുഷ്ടനാണെങ്കിൽ കൂടി നല്ല വിചാരത്തോടു കൂടി വേണം അമ്പലത്തിലേക്ക് പോകാൻ. അമ്പലത്തിൽ കൈയിട്ട് വരാനായിട്ട് പോവരുത്. അവസാനം പുഴുത്തേ മരിക്കുള്ളൂ. അപ്പൊ അമ്പലത്തില് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപശകുനം പറയരുത്. നല്ല കാര്യങ്ങൾ അവനവന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണം. എന്തിനാ നമ്മളൊരു കമ്മിറ്റിയിൽ ഇരിക്കുന്നത്? നന്മകൾ ചെയ്യാനും ചെയ്യിക്കാനും ചെയ്യുന്നവരെ അഭിനന്ദിക്കാനുമാണ്. അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറയുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് സത്യത്തില് അമ്പലത്തിന്റെ ഗുണത്തെക്കാൾ ഉപരി ദോഷത്തിനാണ് കാരണമാകുന്നത്. നന്മ ചെയ്യുന്ന ധാരാളം വ്യക്തികൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഇതുമാതിരിയുള്ള ചിലപ്പോ ശകുനികളാണെന്ന് പറയാറുണ്ട്. അത് ശരിക്കും മഹാപാപം അയാളുടെ തലയിലാണ്. സ്വസ്ഥത ജീവിതത്തെ കിട്ടില്ല അയാൾക്ക്. കാരണം എല്ലാ നന്മകളെയും എതിർക്കുക എന്നുള്ളത് ചിലരുടെ സ്വഭാവമാണ്. അപ്പൊ ഓർമ്മിക്കുക, മനസ്സ് നന്നായിരിക്കണം. മനസ്സ് നല്ലതല്ല സാർ, എന്റെ മനസ്സിന്റെ കാര്യം പോക്കാണ് സാറ്, എന്നാ പിന്നെ അമ്പലത്തിൽ പോകണ്ട. അമ്പലത്തിൽ പോയാൽ മനസ്സ് നന്നായിരിക്കാം. ഇപ്പൊ സാർ ഇപ്പൊ പറയുന്ന മനസ്സിന്റെ നന്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാൾ, എന്താ സയൻസ് ഉള്ളത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു വിഷമവും ഇല്ല മനസ്സിലാക്കാൻ. നിങ്ങളുടെ മനസ്സിനകത്ത് വാശിയുണ്ടെന്ന് വിചാരിക്കാം. വാശിയുടെ അളവ് കൂടുന്നതനുസരിച്ച് ശരീരത്തിന്റെ ത്വക്കില് സ്പർശിക്കുന്ന എയർ മോളിക്യൂളിന്റെ വൈബ്രേഷൻ കൂടി വരും. എയർ മോളിക്യൂളിന്റെ വൈബ്രേഷൻ കൂടിയാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ അതിന്റെ വേഗത കൂടുമ്പോൾ ഈ ത്വക്കിന്റെ പുറത്ത് ഒരു ഓറയുണ്ട്. ഓറ, പ്രഭാവലയം. ആ പ്രഭാവലയം ഡീപ്പ് റെഡ് ആകും. എന്റെ മനസ്സിനകത്ത് വാശി, പക, വിദ്വേഷം, ദേഷ്യം, അസൂയ, തലക്കനം, അഹങ്കാരം ഉണ്ടാവുമ്പോൾ ആ ഡീപ്പ് റെഡ് ഓറയാണ് എന്റെ ശരീരത്തിലുള്ളതെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നാലും എന്റെ ശരീരം എനർജി എടുക്കില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഡീപ്പ് റെഡ് കളറുള്ള ഒരു ഡ്രസ്സുമായിട്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നാൽ എന്റെ ശരീരം എനർജി എടുക്കാത്തതുപോലെ തന്നെ എന്റെ മനസ്സിൽ വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അഹംഭാവം, പിന്നെ ശകുനിത്വം, അങ്ങനെ ഒരു ഇണത്വം ഇല്ല. ഞാനിപ്പോ ഉണ്ടാക്കിയതാ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ പ്രൈമറി സെക്കൻഡറി റേഡിയേഷൻ ഓഫ് ദ ബോഡി വിൽ ക്രിയേറ്റ് ടെറിബിളി റെഡിഷ് ഓറ. വളരെ വലയം ചെയ്തിരിക്കും. ആ റെഡ് ഓറയുമായിട്ട് അമ്പലത്തിൽ പോയാൽ അമ്പലത്തിലെ എനർജി കുറയല്ലാതെ നിങ്ങളുടെ എനർജി കൂടില്ല. അപ്പൊ മനസ്സ് ശുദ്ധമായിരിക്കണം. അതേപോലെ ആഹാരം ശുദ്ധമായിരിക്കണം. രാവിലെ അമ്പലത്തിലേക്ക് വരുമ്പോ തൊഴാനാണ് വരുന്നതെങ്കിൽ കഴിയുന്നതും മറ്റ് നോൺ വെജ് ഭക്ഷണമോ മറ്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. രാവിലെ നേരത്തെ വരിക. നമ്മൾ കഴിച്ച ഭക്ഷണം മാതിരിയാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. യതോ അന്ന തതോ മനഃ. എപ്രകാരമാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കോമ്പോസിഷൻ അതനുസരിച്ചിട്ടായിരിക്കും ശരീരത്തിന്റെ കോമ്പോസിഷൻ ഉണ്ടാവുക, മനസ്സിന്റെ കോമ്പോസിഷൻ ഉണ്ടാവുക. ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാൽ, ഇതിന് പ്രൊഫസർ വിൻബർഗ് എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ. കഴിഞ്ഞ മാസം അമേരിക്കയിലേക്ക് പോവാൻ ഭാഗ്യം കിട്ടിയപ്പോ ഇദ്ദേഹത്തിനെ കാണാനുള്ളൊരു യോഗം ഉണ്ടായി എനിക്ക്. പ്രൊഫസർ വിൻബർഗ് എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എവ്രി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് യുവർ ബോഡി കെമിസ്ട്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തിന്റെ കെമിസ്ട്രി നെഗറ്റീവാക്കി മാറ്റുന്നു. എവ്രി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് യുവർ ബോഡി കെമിസ്ട്രി ടു നെഗറ്റീവ്. എവ്രി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. ഏത് അമ്മ അച്ഛൻ മക്കളെ അനുഗ്രഹിക്കുമ്പോ തലച്ചോറിന്റെ കെമിസ്ട്രി പോസിറ്റീവ് ആകും. എവ്രി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. എവ്രി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് ദ ബോഡി കെമിസ്ട്രി ടു നെഗറ്റീവ്. അപ്പൊ നമ്മൾ നോൺ വെജ് ഭക്ഷണം കഴിച്ച് അമ്പലത്തിൽ പോയാൽ ഇതേ ഹോർമോണൽ ചേഞ്ച് ശരീരം മൊത്തം ഉണ്ടാവുക. ആ ഹോർമോണൽ ചേഞ്ച് നമ്മുടെ ശരീരത്തിന്റെ ഓറയെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന എഫക്റ്റ് ഇല്ലാതെയാകുന്നു. ഇതിന്റെ തന്നെ എഫക്റ്റാണ് ലിക്കർ അടിച്ച് അമ്പലത്തിൽ പോവുക, മദ്യം കഴിച്ച് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോകുമ്പോ മദ്യം പലരും കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു അമ്പലത്തിൽ പ്രഭാഷണം നടത്തിയപ്പോ എന്നോട് ചോദ്യം ചോദിച്ച ചിലരൊക്കെ
തരക്കേടില്ലാത്ത വിധത്തിൽ വെള്ളമടിച്ചാ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നാക്ക് കുഴയുന്ന രീതിയിലൊന്നും അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. 2-3 ലിറ്റർ കൂടുതൽ കുടിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ആ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ലിക്കർ കഴിച്ചു പോകരുത്. കാരണം നമ്മളോട് അമ്പലത്തിലേക്ക് പോകണമെന്ന് ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഒരു കമ്പൽസറി ഇല്ല. അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ ഇല്ല. ഇടവകയിൽ അച്ഛൻ ചോദിക്കില്ല അമ്പലത്തിൽ പോയോ എന്ന് ചോദിക്കില്ല. പിന്നെ എന്തിനാ ഈ വെള്ളം അടിച്ച അമ്പലത്തിൽ പോവാതിരുന്നൂടെ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഭാര്യ ചോദിക്കാനേ പോണില്ല നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോന്ന്, ഒരിക്കലും ചോദിക്കാൻ പാടില്ല, ഒരാളും ചോദിക്കാൻ പോണില്ല. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കണം. നിങ്ങളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. കാരണം ഒരു ചെറിയ മുള്ള് കയ്യിൽ കൊണ്ടാൽ കാലിൽ കൊണ്ടാൽ വേദന നമുക്ക് സഹിക്കാൻ വയ്യ. ഈ മൃഗത്തിനെ ഇത്രയും പ്രാണവേദന സഹിപ്പിച്ചിട്ട് അതിന്റെ ശരീരം കണ്ടം തുണ്ടമാക്കി വറുത്ത് തിന്നുമ്പോൾ ഓർക്കുക അതനുഭവിച്ച വേദന. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്, കേരളത്തില് ലോകത്തിലുള്ളതിൽ ഹയസ്റ്റ് ഹാർട്ട് അറ്റാക്ക് കേരളത്തിലാ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ലോകത്തില് ഹയസ്റ്റ് കേരളത്തിൽ 48%. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ കേരളത്തില 28%. ഹയസ്റ്റ് സ്കിൻ പ്രോബ്ലം കേരളത്തില 12.8%. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ചെസ്റ്റ് പെയിൻ ഹൈപ്പർ അസിഡിറ്റി 89% കേരളത്തില. 150 തരം സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ് ലോകത്തിലുള്ളത്. 150 ടൈപ്പ് ഓഫ് സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ് ഉള്ളത്. ആ 150 ഈ പരശുരാമ ക്ഷേത്രത്തിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. എന്നെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ കാരണം അന്വേഷിച്ച് പോകണമെങ്കിൽ തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൊട്ടപ്പുറത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ട്. അവിടെ ചെന്ന് ചോദിക്കാം എന്താ കേരളീയർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. എടുത്ത വായിക്ക് അവിടുത്തെ ഡോക്ടർമാർ പറയും കേരളീയൻ തിന്നുകൂട്ടുന്ന മാംസത്തിന്റെ അളവ് കുറയ്ക്കാതെ ഇതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. ഡോക്ടർമാര് ആത്മീയ നേതാക്കന്മാരൊന്നുമല്ല അവര്. ശ്രീചിത്ര തിരുനാൾ അറിയപ്പെടുന്ന ലോകത്തിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള മെഡിക്കൽ കോളേജാണ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓർമ്മിക്കാം, നോൺ വെജിറ്റേറിയൻ മാറ്റണം. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാൽ തന്നെ രോഗത്തിന്റെ പകുതി മുക്കാലും കുറയും. അതുകൊണ്ട് ആഹാര ശുദ്ധി ഉണ്ടാവണം. ലിക്കർ കഴിക്കരുത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും പേരുണ്ട്, നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കാം, ഈ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഇന്ന് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് മുതൽക്ക് ലിക്കർ കഴിക്കില്ല. നിങ്ങളുടെ തീരുമാനമായിരിക്കണം, ആരുടെയും നിർബന്ധം കൊണ്ടല്ല. ഇന്നലെ ഞാൻ കലവൂര് ക്ഷേത്രത്തിലും പറഞ്ഞു, ഇന്ന് ഈ പ്രഭാഷണം കേട്ട് നിങ്ങൾ പോയി ഇന്ന് മുതൽക്ക് നിങ്ങൾ ലിക്കർ കഴിക്കരുത്. ജീവിതം മൊത്തം ശരിക്ക് ഇത്രയും നെഗറ്റീവ് ആവുന്നു. ഓരോ ലിക്കറിന്റെ മോളിക്യൂളും 3 ലിവർ സെല്ലിനെയാ കൊല്ലുന്നത്. കുറെ കഴിഞ്ഞ് ലിവർ മൊത്തം നശിച്ചു കഴിഞ്ഞ് കിഡ്നി ബ്ലോക്കായി കഴിഞ്ഞ് ഡയാലിസിസിന് 16,000 രൂപ കൊടുത്ത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഭാരമാകുന്നൊരവസ്ഥ, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഭാരമാകുന്നൊരവസ്ഥ ലിക്കർ കഴിക്കുമ്പോൾ അന്ന് 2 കൈയും കൂപ്പി ഈശ്വരനോട് പ്രാർത്ഥിക്കും, ഈശ്വര എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി. മരിക്കില്ല. കാരണം ഹാർട്ടിന് കുഴപ്പമില്ല, തലച്ചോറിന് കുഴപ്പമില്ല, ലങ്സിന് കുഴപ്പമില്ല, ബ്ലഡ് വെസൽസിന് കുഴപ്പമില്ല. കുഴപ്പം ലിവറിനും കിഡ്നിക്കും മാത്രം. ലിവറിനും കിഡ്നിക്കും എന്ത് അസുഖം വന്നാലും ആള് മരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്നും മരിക്കുകയില്ല, പ്രാർത്ഥിച്ചിട്ട് എഫക്റ്റ് ഇല്ല. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഭാരമാകുന്ന ഒരവസ്ഥ ലിക്കർ കഴിക്കുമ്പോൾ, മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നു. ഒരു വരി അത് സാരമില്ല. പക്ഷെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മക്കൾക്ക് ഭാരമാകുന്നൊരവസ്ഥ വന്നാൽ അന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അന്ന് അനുഭവിക്കുന്ന വേദന, അന്ന് മകള് വന്ന് പറയും, അച്ഛനോട് അന്നേ പറഞ്ഞതല്ലേ മദ്യം കഴിക്കരുത്, അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ കേട്ടില്ല, ഇന്ന് അച്ഛൻ അനുഭവിച്ചോ, എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ലീവില്ല, ഓഫീസിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കണ്ണിൽ നിന്ന് രക്തം മാതിരി കണ്ണുനീര് വന്ന് നെഞ്ചത്ത് കൈവച്ച് പറയും, ഈശ്വര ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ, ദാമോദരൻ നായരെ വെള്ളമടിച്ചു എന്ന് അപ്പ ഈശ്വരൻ പറയും. എന്തിനു വെള്ളമടിച്ചു? എന്ത് സുഖം നിങ്ങൾക്ക് കിട്ടിയത്? വെള്ളമടിച്ചിട്ട് എന്ത് സുഖം കിട്ടും? കുറച്ചു നേരം തലയ്ക്ക് ലക്കും ലഗാനും ഇല്ലാതെ ഇരിക്കും. അതിനിപ്പോ കൈരളി TV ചാനൽ കണ്ടാലും മതി, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 8 തൊട്ട് 9 മണി വരെ കണ്ട നല്ല ഉഗ്രൻ മിമിക്രിയ, അസല് മിമിക്രിയ.
അത് കാണുമ്പോ തന്നെ ഏതാണ്ട് ലഹരിയുള്ള മാതിരി തന്നെ നമുക്ക് കിട്ടാതിരിക്കില്ല. എന്തിനാ നമ്മൾ ഈ ലിക്കർ കഴിക്കുന്നത്? യഥാർത്ഥത്തിൽ അതിന്റെ കയ്പും ചവർപ്പും ഇതെല്ലാം കൂടി അകത്തേക്ക് കയറ്റി തലയ്ക്ക് ശരിക്ക് പറ്റാത്തവനാണെങ്കിൽ എല്ലാം കൂടി അടിച്ച് അത് പുറത്തേക്ക് 450 രൂപയുടെ കുപ്പി മൊത്തം അടിച്ചകത്തേക്ക് പോയത് പുറത്തേക്ക് പോയി. പിന്നെയോ പിന്നെ അത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഈ 450 രൂപയുടെ ചെലവുണ്ടോ? എന്തിനാ 450 രൂപയുടെ ലിക്കർ അടിച്ചിട്ട് പിന്നെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു? അല്ലാതെ കിടന്നുറക്കം വരില്ലേ? കിടന്നു കഴിഞ്ഞാൽ പിന്നെ സുഖം എവിടെ, ദുഃഖം എവിടെയാ? കിടക്കുന്നതിന് മുമ്പല്ലേ സുഖവും ദുഃഖവും ഉള്ളൂ. ഉണർന്നതിന് ശേഷമല്ലേ സുഖവും ദുഃഖവും ഉള്ളൂ. 10 തൊട്ട് 5 മണി വരെ സുഖമായിട്ട് ഉറങ്ങി. എന്ത് സുഖമാണെന്നാ സാർ പറയുന്നത്? ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങിയവന് എന്ത് സുഖം, എന്ത് ദുഃഖം? നല്ലോണം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു 2-3 ഇഷ്ടിക കൊണ്ടുപോയിട്ട് നെഞ്ചത്ത് കൊണ്ട് വെക്കുക. ഇഷ്ടിക എഴുന്നേൽക്കാൻ പോകുന്നതിന് മുമ്പ് ഇഷ്ടിക എടുത്ത് മാറ്റുക. അയാളും പറയും ഞാൻ സുഖമായിട്ട് രാത്രി കിടന്നോന്ന്. സാറിന്റെ ശരീരത്തിൽ വെച്ച 3 ഇഷ്ടിക അറിയോ? അറിഞ്ഞില്ല. പിന്നെ എവിടെ സുഖം, ദുഃഖം? അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖവും ദുഃഖവും ഇല്ല. അതിനു വേണ്ടി ഇത് കഴിക്കണോ? വീണ്ടും ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരുന്നു. ആഹാരശുദ്ധി ഉണ്ടാവണം. അമ്പലത്തിൽ പോകുമ്പോൾ ആഹാരം ശുദ്ധമായിരിക്കണം. വീട്ടിനകത്തും ശരീരം ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ആഹാരം ശുദ്ധമായിരിക്കണം, കർമ്മം ശുദ്ധമായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡില് പലരുണ്ട്. ആ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ മുമ്പില് ഓരോരുത്തരും പറഞ്ഞതൊക്കെ കേട്ടാൽ അറിയാതെ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിച്ചു പോയി. ഇവരൊക്കെ പുഴുത്തു മരിക്കേണ്ടവരാണ്. ഒരു വികാരവും കൊണ്ട് പറയല്ല. കാരണം തലയ്ക്ക് ഉഴിഞ്ഞ് പാവങ്ങളിട്ട പൈസയാണ് ഈ രാമൻ നായരും കൃഷ്ണൻ നായരും മറ്റെല്ലാവരും എടുത്തിരിക്കുന്നത്. ഇതൊക്കെ അനുഭവിച്ച് വെള്ളം ഇറങ്ങാതെ മരിക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുണ്ടാക്കിയ ലക്ഷങ്ങള് കൂട്ടത്തിൽ വരില്ല. 1000-ന്റെ നോട്ടും വരില്ല, 500-ന്റെ നോട്ടും വരില്ല, 100-ന്റെ നോട്ടും വരില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പുഴുത്ത ശരീരത്തിൽ നിന്ന് വേദന മാറ്റാൻ എന്തെങ്കിലും. അപ്പോഴാ പറയാ ഈശ്വരാപ്പം എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കണേ എന്ന്. ചെയ്തു തീർത്തത് മൊത്തം അനുഭവിക്കാതെ ഒരിക്കലും പോവില്ല. എല്ലാ ക്ഷേത്രത്തിലും ചെല്ലുമ്പോ ഞാൻ പറയാറുണ്ട്, അമ്പലത്തിലെ പൈസ എടുക്കരുത്. ഈശ്വരന് പൈസ വേണോ? ഈശ്വരന് സ്വർണത്തിന്റെ കൊടിമരം വേണോ? ഈശ്വരന് സ്വർണം പൂശിയ ശ്രീകോവില് വേണോ? അതൊക്കെ സെക്കൻഡറി. അവിടെ ഇട്ടിരിക്കുന്ന പൈസ ആൾക്കാര് തലയ്ക്കൊഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. ആ പൈസയിൽ നിന്നാണ് കൈയിട്ട് വാരിയതെങ്കില് ചിലപ്പോ തോന്നാറുണ്ട് അത് മൊത്തം തീർത്തിട്ടേ പോകുള്ളൂ ഈ ലോകത്ത് നിന്ന്. അത് വണ്ടി ഇടിച്ചൊന്നും ചാവുകയില്ല. ഇടിച്ചാൽ തന്നെ ഒരു ഭാഗം പാരലൈസ്ഡ് ആയിട്ട് പോകുള്ളൂ, മുഴുവനൊന്നും പോവില്ല. കാരണം ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. Whatever you have done, you have to complete everything here. നിറഞ്ഞ വേദനയോടുകൂടി ഞാൻ പറയുന്നു, 1250 കോടി ഡോളറിന്റെ സ്വത്താണ് ബിസ്ക്കറ്റ് രാജാവ് രാജൻ പിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. 1250 കോടി ഡോളറിന്റെ സ്വത്ത്. ആ മനുഷ്യൻ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് ഇന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. എങ്കിലും തിഹാർ ജയിലിനകത്ത് ആ മനുഷ്യൻ ഒരേ ഒരു ബെഗ്ഗിങ്ങേ നടത്തിയിട്ടുള്ളൂ. ജയിൽ അധികൃതരുടെ മുമ്പിൽ തൊഴുതുകൊണ്ട് ബിസ്ക്കറ്റ് സമ്രാട്ട്, ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ മുടിചൂടാ മന്നനായ 1250 കോടി ഡോളറിന്റെ സ്വത്ത് ഇന്ത്യയിലുള്ള, സിംഗപ്പൂരിലും മലേഷ്യയിലും ഹോങ്കോങ്ങിലും അമേരിക്കയിലും വേറെ ഇത്ര കോടി ഡോളറിന്റെ സ്വത്തുള്ള രാജൻ പിള്ള കെഞ്ചി ജയിലധികൃതരോട് ചോദിച്ചത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തില്ല. ഒരു ഗ്ലാസ് വെള്ളമേ ചോദിച്ചിട്ടുള്ളൂ, അത് കൊടുത്തില്ല. ഭക്ഷണം പോലും ചോദിച്ചിട്ടില്ല. വെള്ളം കുടിക്കാതെ പാവം മരിച്ചത്. എന്തുകൊണ്ട് അയാൾ മരിച്ചു? എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ജയിലിലിട്ടു? അദ്ദേഹം ചെയ്ത കുറ്റം എന്ത്? ഇന്നും ഒരാൾ ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. 14 വർഷം മുമ്പ് അഭയ എന്ന കന്യാസ്ത്രീ മരിച്ചത് ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രാജൻപിള്ള മരിച്ചത് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ട് ആരും അഭ്യർത്ഥിക്കുന്നില്ല? അങ്ങനെ എന്ത് തെറ്റാ ചെയ്തത്? ഇതുവരെ അറിഞ്ഞിടത്തോളം ഒരാളും പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ഇപ്പൊ ആഗ്രഹിച്ചത് രാജൻപിള്ളയുടെ കമ്പാരിസൺ അല്ല. നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറയുമ്പോൾ ഈ 1250 കോടി ഡോളറിനേക്കാളും വിലയുള്ളതാണ് ദാഹിച്ചു വലയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം. അത് നിങ്ങളുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും എല്ലാ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും ഓർമ്മിക്കുക, അമ്പലത്തിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റൊന്നും ആയിട്ടിരിക്കാൻ വയ്യെങ്കിൽ വിട്ടേക്കുക. അമ്പലം അതിന്റെ രീതിയിൽ പോകും. പക്ഷെ അകത്തിരിക്കുമ്പോൾ സത്യം, ധർമ്മം, നീതി, ന്യായം വിട്ട് അമ്പലത്തിൽ, ആ അമ്പലത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ആയിട്ടിരുന്ന് അമ്പലത്തിൽ നന്മ ചെയ്യുമ്പോൾ 7 ജന്മത്തിലെ പുണ്യമാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം ഒരു ക്ഷേത്രം നവീകരിക്കുക, നന്മയിലേക്ക് കൊണ്ടുപോവാം. 7 ജന്മം. പുതിയൊരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ 7 ജന്മം, 7 തലമുറ സന്തോഷിക്കുന്നു എന്ന് ഗരുഡപുരാണത്തിലെ 2ാം ഭാഗത്തിൽ പറയുന്നു. അതുകൊണ്ട് ക്ഷേത്രം നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ളവര് എന്നും പ്രവർത്തിക്കണം. 1 കപ്പ് ചായ പോലും ക്ഷേത്രത്തിന്റെ ചെലവിൽ കുടിക്കരുത്. കുടിച്ചാൽ അതിന്റെ കടപ്പാട് തിരിച്ചു ചെയ്തിരിക്കണം. ഞാൻ അതേപോലെ പറയാറുണ്ട്, അമ്പലത്തിൽ അന്നദാനം നടത്തുമ്പോൾ അമ്പലത്തിലേക്കുള്ളത് തിരിച്ചിടാതെ ചോറ് മാത്രം കഴിച്ചു പോകരുത്. കാരണം ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, കൃഷ്ണൻ പറഞ്ഞത്, ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. അമ്പലത്തിൽ നിന്ന് എന്തു സ്വീകരിക്കുമ്പോഴും തിരിച്ചങ്ങോട്ടും കൊടുത്തിട്ടേ സ്വീകരിക്കാവൂ. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് അന്നദാനം സ്വീകരിക്കാം. സ്വീകരിക്കുമ്പോൾ തത്തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് വേണം അത് സ്വീകരിക്കാൻ. അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്തു അങ്ങോട്ടൊന്നും കൊടുത്തില്ല, 1 വേ ട്രാഫിക് ആവും. അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക, ക്ഷേത്രത്തിനകത്ത് കർമ്മശുദ്ധി ഉണ്ടാവണം. ശരീരശുദ്ധി, മനഃശുദ്ധി, അതുപോലെ തന്നെ ആഹാരശുദ്ധി, കർമ്മശുദ്ധി. 5ാമത്തേത് വാക്ശുദ്ധി. നല്ല വാക്കുകള്, നന്മ നിറഞ്ഞ വാക്കുകള് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വീട്ടിനകത്താണെങ്കിലും വീട്ടിന് പുറത്താണെങ്കിലും ഇതേ വാക്കുകളുടെ നന്മയാണ് നമുക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടത്. ആ നന്മകളാണ് ജീവിതത്തെ ശ്രേയസ്കരമാക്കുന്നത്. ഇതുകൊണ്ടാണ് ക്ഷേത്ര ആരാധനയില് ഈ 5 ശുദ്ധി വേണം. 8 തരത്തിലെ വിഗ്രഹമാകാം. 5+1 6 തരത്തിലുള്ള ഭക്തി, 2 തരത്തിലുള്ള ക്രമീകരണമാണ്, ആരാധനാക്രമമാണുള്ളത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ക്ഷേത്ര ആരാധന ആചാരത്തിന്റെ ഭാഗം. അമ്പലത്തിലേക്ക് വരുമ്പോൾ കഴിയുന്നതും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വരിക, സന്തോഷത്തോടുകൂടി വരിക. അകത്ത് നിന്ന് തൊഴുത് 3 പ്രദക്ഷിണം വെക്കാം. പ്രദക്ഷിണം വെക്കുമ്പോൾ സാവധാനത്തിൽ പ്രദക്ഷിണം വെക്കാം. തൊഴുന്ന സമയത്ത് പെരുവിരല് 2 എണ്ണം ഹാർട്ടിൽ തൊട്ടുകൊണ്ട് തൊഴുക. അതാണ് തൊഴേണ്ട രീതി. കാല് 30 ഇഞ്ച് നീക്കി വെക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. മുഖം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. 20 സെക്കൻഡ് തൊഴുമ്പോൾ 5 സെക്കൻഡ് കണ്ണ് തുറന്ന് തൊഴുക, 15 സെക്കൻഡ് കണ്ണ് അടച്ചു തൊഴുക. ആ 5 സെക്കൻഡ് തൊഴുമ്പോൾ വിഗ്രഹത്തിന്റെ രൂപം മനസ്സിനകത്തേക്കെടുക്കാം. പിന്നെ 15 സെക്കൻഡ് അകത്തേക്കെടുത്ത രൂപത്തിന്റെ ഇമേജ് അഥവാ ഇമാജിനേഷന് വേണ്ടി ഉപയോഗിക്കാം. യുക്തിക്ക് നിരക്കുന്നതാണ് നമ്മുടെ ആചാരം. ചിലപ്പോ ചിലര് പറയാറുണ്ട്, ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിഗ്രഹാരാധകരല്ല എന്ന്. തെറ്റാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിഗ്രഹാരാധകരാണ്. ഏത് പള്ളിയിൽ ചെന്നാലും യേശുദേവന്റെ ചിത്രം കാണാം, കുരിശ് കാണാം, സെയിന്റ് സെബാസ്റ്റ്യന്റെ ചിത്രം കാണാം, സെന്റ് ജോർജിന്റെ ചിത്രം കാണാം, അതുപോലെ തന്നെ മദർ തെരേസയുടെ ചിത്രം കാണാം. അതിൽ മാലയിട്ടിട്ടുണ്ട്, മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് തൊഴാറുള്ളത്. അതുകൊണ്ട് എല്ലാ പള്ളിയിലും വിഗ്രഹം ഉണ്ടാവും. മുസ്ലിം പള്ളിയില് കാഅബ, അവിടെ സൗദി അറേബ്യയില് കാഅബയ്ക്കകത്ത് 30 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഉജ്ജ്വലമായ ശിവലിംഗാണ് വെച്ചിരിക്കുന്നത്. സിൽവർ കൊണ്ട് പൊതിഞ്ഞ ശിവലിംഗാണ് അതിനകത്തുള്ളത്. അതിനെയാണ് മുഹമ്മദ് നബി ആരാധിച്ചിരുന്നത്. ഖലീഫമാരും പൂജിച്ചിരുന്നത് അത് തന്നെയാണ്. അതിനാണ് 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കാറുള്ളത്. മുസ്ലിങ്ങൾ വിശുദ്ധ മാസം കഴിഞ്ഞ് ഹജ്ജിന് പോകുമ്പോൾ 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നത് കാഅബയ്ക്കകത്തും ശിവലിംഗം തന്നെയാണ്. വീടുകളില് ഖുറാനിലെ വരികള് എഴുതി വെച്ച് മാലയിട്ട് അതിനകത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും വിഗ്രഹമാണ്. എല്ലാവരും വിഗ്രഹ ആരാധകരാണ്. നമ്മളുടെ വിഗ്രഹം എന്ന് പറയുന്നത് എനർജൈസേഷൻ കൺസെപ്റ്റാണ്. പെട്രോൾ പമ്പ് മാതിരിയാണ്. വിഗ്രഹത്തിലേക്ക് എനർജി കൊടുക്കുക, അവിടെ നിന്ന് എനർജി നമ്മൾ എടുക്കുക. പെട്രോൾ പമ്പിലേക്ക് വലിയ ടാങ്കറില് പെട്രോളും ഡീസലും കൊണ്ടുവന്ന് നിറയ്ക്കുക. അതിൽ നിന്ന് 2 ലിറ്റർ, 1 ലിറ്റർ, 5 ലിറ്റർ വെച്ച് കാറിലേക്കും സ്കൂട്ടറിലേക്കും നമ്മൾ അടിക്കുന്നു. അപ്പൊ ലാർജ് സ്കെയില് ഡീസലും പെട്രോളും പമ്പിൽ ശേഖരിച്ച് കുറേശ്ശെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ അമ്പലത്തിനകത്ത് ലാർജ് സ്കെയിൽ എനർജി റിസർവ് ചെയ്ത് മനുഷ്യ ശരീരത്തിന്
നൽകുന്നു. ഇതാണ് ശരിക്ക് ക്ഷേത്ര ആരാധന. നമ്മൾ അമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ ഹയർ എനർജിയുള്ള അമ്പലത്തിനകത്ത് ലോവർ എനർജിയുള്ള ശരീരത്തിനെ നമ്മൾ കൊണ്ടുപോകുന്നു. ആ ശരീരത്തിലേക്ക് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജി ഫ്ലോ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ശരീരത്തിന് എനർജൈസേഷൻ ഉണ്ടാവുക. ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ശരീരത്തിനെയും ക്ഷേത്രം എന്ന് പറയാറുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് അർജുന ക്ഷേത്രം എന്ന് പറയുന്നത്. ശരീരത്തിനകത്ത് ജീവാത്മാവ് കുടികൊള്ളുന്നു, അമ്പലത്തിനകത്ത് പരമാത്മാവ് കുടികൊള്ളുന്നു. ഈ ശരീരം രാവിലെ 5:30 മണിക്കെങ്കിലും എഴുന്നേൽക്കണം, അമ്പലം 5:30 മണിക്കെങ്കിലും തുറക്കണം. എഴുന്നേറ്റാൽ ശരീരത്തിലെ നിർമാല്യം കളയണം. 5:30 മണിക്ക് നട തുറന്നാൽ അമ്പലത്തിലെ നിർമാല്യം കളയണം. അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കണം, അമ്പലത്തിൽ അഭിഷേകം ചെയ്യണം. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാറുണ്ട്. അമ്പലത്തിൽ അഭിഷേകം കഴിഞ്ഞാൽ മലര് നിവേദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തലമുടിയൊക്കെ വാരി ചിലര് പൗഡറൊക്കെ ഇട്ട് ശരീരം ഡെക്കറേറ്റ് ചെയ്യും. അമ്പലത്തിൽ അഭിഷേകം കഴിഞ്ഞ് മലര് നിവേദ്യം കഴിഞ്ഞാൽ അമ്പലം ഡെക്കറേറ്റ് ചെയ്യും. കുറെ എനർജി അമ്പലത്തിൽ ആവശ്യമാണ്. നമുക്കും എനർജി ആവശ്യമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അമ്പലത്തില് ഉഷപൂജ നടത്തുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, അമ്പലത്തിൽ ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എനർജി തീരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും, അമ്പലത്തിൽ എനർജി തീരുമ്പോൾ നടയടയ്ക്കും. ഇത്രേ വ്യത്യാസമുള്ളൂ. ഒരേപോലെയാണ്, പാരലലാണ്, രണ്ടും ഒരേപോലെയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ദീപാരാധന നടത്തി എനർജൈസ് ചെയ്യാം. നമ്മുടെ ശരീരത്തിലും ഇടയ്ക്കിടയ്ക്ക് ചായയോ കാപ്പിയോ കുടിച്ച് നമ്മൾ എനർജൈസ് ചെയ്യുന്നു. നമുക്ക് പാട്ട് ഇഷ്ടമാണ്, അമ്പലത്തിൽ വാദ്യങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് പായസം ഇഷ്ടമാണ്, അമ്പലത്തിൽ പായസം ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തത് അമ്പലത്തിൽ ഇഷ്ടമല്ല. പായസം, അപ്പം, വടക്ക മധുരമാണ്, അതുകൊണ്ട് അമ്പലത്തിൽ മധുരം ഇഷ്ടമാണ്. അമ്പലത്തിൽ എന്തിനാ പാൽപ്പായസം വഴിപാട് കഴിക്കുന്നത്? വീട്ടിലുള്ളവർക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം. എത്ര ലിറ്റർ പാൽപ്പായസം അമ്പലത്തിൽ വഴിപാടിന് കഴിച്ചതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? 2 ലിറ്റർ കഴിച്ചു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 1/2 ലിറ്റർ ആണല്ലോ വഴിപാട് കഴിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ 1/2 ലിറ്റർ മതി. ഇന്ന് എന്റെ ഭാര്യ ഉണ്ട്, എന്റെ ഭർത്താവ് ഉണ്ട്, മകനുണ്ട്, മരുമകനുണ്ട്, മക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് 2 ലിറ്റർ വേണം. അപ്പൊ എന്തിനാ അമ്പലത്തിൽ വഴിപാട് കൂട്ടിയത്? വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി. ഈശ്വരൻ തിന്നു എന്ന് പറഞ്ഞിട്ടല്ല. ഈശ്വരനെങ്ങാനും ആ പായസത്തിന്റെ പകുതി തിന്നാൽ അടുത്ത പ്രാവശ്യം മുല്ലയ്ക്കൽ വഴിപാട് നടത്തില്ല, അപ്പുറത്തുള്ള ഉജ്ജയിനി കാളിക്ഷേത്രത്തിൽ നടത്തും. കാരണം അവിടുത്തെ ഈശ്വരൻ തിന്നില്ല, ഇവിടുത്തെ ഈശ്വരൻ തിന്നെന്നാണ് പൂജാരി പറഞ്ഞത് എന്ന് പറയും. അപ്പൊ നമ്മുടെ ആവശ്യമാണ് അമ്പലം. ഈശ്വരന് അമ്പലം വേണ്ട, ഈശ്വരന് ശ്രീകോവിൽ വേണ്ട, ഈശ്വരന് വിളക്ക് വേണ്ട, ഈശ്വരന് നിങ്ങളുടെ വഴിപാട് വേണ്ട. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈശ്വര ചൈതന്യം സപ്പോർട്ടായിട്ട് എനർജൈസേഷൻ. അപ്പൊ ക്ഷേത്രം നന്മയിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവസ്വം മന്ത്രി സുധാകരനെ ഈ അമ്പലത്തിലേക്ക് വിളിക്കണം. എന്താ കുഴപ്പം വിളിച്ചാൽ? കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലത്തിലേക്ക് വന്നുകൂടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ കയറിക്കൂടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തില് ക്രിസ്ത്യാനിയോ മുസ്ലിമോ അമ്പലത്തിൽ കയറിക്കൂടാ എന്നൊരു വരി എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥത്തിലാണ് അതുള്ളത് എങ്കിൽ ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ കഴുത്തില് അച്ഛനിട്ടിരിക്കുന്ന പൂണൂല് ഇപ്പൊ ഇവിടെ താഴ്ത്തിറക്കി വെക്കാൻ തയ്യാറാണ്. ഉറപ്പാണ്, ഒരു സംശയമില്ല. പറഞ്ഞിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയതാ. ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലത്തിൽ വരാം, നിരീശ്വരവാദിക്ക് അമ്പലത്തിൽ വരാം. അമ്പലത്തിൽ വരാൻ ഈശ്വര വിശ്വാസം വേണമെന്ന നിർബന്ധം ഇല്ല. അമ്പലത്തിൽ ചുരിദാറിട്ട് വരാം. അമ്പലത്തിൽ മനസ്സ്, ശരീരം, ആഹാരം, പ്രവൃത്തി, വാക്ക്, ഈ 5 ശുദ്ധികളെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം 21ാം നൂറ്റാണ്ടില് അനുയോജ്യമല്ലാത്തത് മാറ്റണം. തന്ത്രിക്ക് മൂലമന്ത്രം അറിഞ്ഞുകൂടെങ്കിൽ തന്ത്രിയെ മാറ്റണം. ഒരു സംശയമില്ല. അതിൽ ഇന്ന തന്ത്രിയാണ് ആയുഷ്കാലം എന്നൊന്നും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. അതിനൊക്കെ ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവണം. ഈ അമ്പലം വളരാൻ ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും പങ്കെടുപ്പിക്കണം. അന്നദാനത്തിൽ പങ്കെടുപ്പിക്കണം. ഭാഗവത സപ്താഹം ഉണ്ടെങ്കിൽ പങ്കെടുപ്പിക്കണം. ദേവസ്വം മന്ത്രി സുധാകരൻ, എനിക്ക് അദ്ദേഹത്തിന് ഒത്തിരി ബഹുമാനമാണ്. ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹം കുറെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. കുറെ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം, ഉണ്ടാവട്ടെ. എങ്കിൽ തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് പടവാള് എടുത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കൊടുക്കാൻ മിനിഞ്ഞാന്ന് അദ്ദേഹം പോയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഈശ്വരവിശ്വാസിയല്ല, ചെയ്തില്ലേ? എല്ലാത്തിനും അടിച്ചകത്താക്കണം, ഒരെണ്ണത്തിനും ചവിട്ടി പുറത്താക്കരുത്.
ഈ അമ്പലത്തിൽ സുധാകരൻ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അച്യുതാനന്ദനെയും വിളിക്കണം, പിണറായി വിജയനെയും വിളിക്കണം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആരാധന നടത്താനുള്ളതാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്നും ഡീഗ്രഡേഷനിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ഏതോ അത് ക്ഷേത്രം. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയിതും യത് ശക്യം തദ്വിഗ്രഹ. ഊർജത്തെ സ്വീകരിച്ച് ഊർജത്തെ കൊടുക്കുന്നത് ഏതോ അതാണ് വിഗ്രഹം. അതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പെലയും വാലായ്മയുമില്ല, അതുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് വരുന്നത് ശരിയല്ല എന്ന് പറയുന്നതിൽ യുക്തിയില്ല. അങ്ങനെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അമ്പലത്തിനകത്തേക്ക് വരാതിരിക്കണം എന്ന് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചാൽ പോരെ ആരായാലും. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, എല്ലാവരിലും നന്മ നിറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാവണം. സകലരെയും അകത്തേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്കറിയോ, മാതാ അമൃതാനന്ദമയിയുടെ വള്ളിക്കാവില് എല്ലാവരും പോവും. കർക്കിടക മാസം 31-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരിൽ പോകുന്ന ആളും പോകും, ബാലനും പോകും, ശർമ്മയും പോകും, എല്ലാവരും പോവാറുണ്ട്. എന്താ കാരണം? അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആത്മീയ നേതാവിന്റെ മുമ്പില്, ആത്മീയ ക്ഷേത്രത്തിന്റെ മുമ്പില്, ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ആശ്രമത്തിനകത്ത് ഒരു വ്യക്തിക്കും വരാൻ പാടില്ല എന്ന റൂളില്ല. അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മാത്വമസി. ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം, നിങ്ങളും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം. ഞാൻ ഹിന്ദു മാത്രം ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം, നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ടില്ല നമ്മള്. എല്ലാവരും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാകുന്നത് കൊണ്ട് മാറ്റങ്ങൾ വരുത്തണം. അമ്പലങ്ങളിൽ നന്മയുണ്ടാവണം, എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരണം. എന്തൊരു മാറ്റാ ഇപ്പൊ തന്നെ സമൂഹത്തിൽ ഉണ്ടാവുക. വർക്കല ശിവഗിരി ആശ്രമത്തിൽ അച്യുതാനന്ദൻ സാറ് പോവുകയുണ്ടായി. അവിടെ ചെന്ന് ദീപാരാധന കഴിഞ്ഞ് ദീപാരാധന തട്ട് പുറത്തേക്ക് എടുത്തപ്പോ പുറകിൽ നിൽക്കുന്നത് അച്യുതാനന്ദൻ സാറായിരുന്നു, മുഖ്യമന്ത്രി. 3 പ്രാവശ്യം ആ ആരാധനാ തട്ട് തൊഴുത് അദ്ദേഹം തലയിൽ വെക്കുകയുണ്ടായി. അപ്പൊ ഉള്ളിന്റെ ഉള്ളില് ഈശ്വര വിശ്വാസം ഉണ്ട്. നമ്മുടെ നിയമസഭ ഉദ്ഘാടനം ചെയ്ത വേളയില് EK നായനാർ വാസുദേവൻ നമ്പൂതിരിയോട് പറഞ്ഞു, രാവിലെ 3 മണിക്ക് തന്നെ വന്ന് ഗണപതി ഹോമം നടത്തിയിട്ട് പോകണം, ആരോടും പറയേണ്ടാന്ന്. ഭംഗിയായിട്ട് അവിടെ നിയമസഭ ഗണപതി ഹോമം നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തത്. തിരുനെല്ലിയില് EMS ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ വർഷവും അച്ഛനും അമ്മയും മരിച്ച ദിവസം പോയി പിതൃകർമ്മം EMS നടത്തിയിരുന്നു. അവർ നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും, എല്ലാവർക്കും ഈശ്വര വിശ്വാസമുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. പുറത്ത് അവർക്ക് കാണിക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞേ പറ്റുള്ളൂ. സാരിയില്ല, പുറത്ത് എന്തിനാ കാണിക്കുന്നത്? ഈശ്വര വിശ്വാസം അകത്തല്ല, എന്തിനാ പുറത്ത് കാണിക്കുന്നത്? അതുകൊണ്ട് എല്ലാവരിലും മാറ്റം ഉണ്ടാവും. എല്ലാവരെയും ഈ ക്ഷേത്രത്തിൽ വരുത്തണം, എല്ലാവരെയും അകത്താക്കണം. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ മാറ്റം. ഈ ക്ഷേത്രത്തിന് നന്മ വരുത്താൻ ആരെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കോ അവിടെ അയാളോട് വാശിയില്ല, പകയില്ല, വിദ്വേഷവും ഇല്ല. എന്നും ഓർക്കുക, വാശിയും പകയും വിദ്വേഷവും കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. ആദരവും സ്നേഹവും ബഹുമാനവും കൊണ്ട് മാത്രമേ ലോകത്തിൽ എന്തും നേടാൻ സാധിക്കുള്ളൂ. കെട്ടിപ്പടുത്തതും വെട്ടിപ്പിടിച്ചതും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഒരിക്കലും. കെട്ടിപ്പടുത്തതും വെട്ടിപ്പിടിച്ചതും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഈ ശരീരം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ ആരോട് വാശി, ആരോട് വിദ്വേഷം, ആരോട് ദേഷ്യം? ആരും ഇവിടെ പെർമനന്റ് അല്ല. എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരാം. മുല്ലക്കൽ ക്ഷേത്രം ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ക്ഷേത്രമാക്കി മാറ്റണം. അറിഞ്ഞിടത്തോളം നല്ലൊരു ദേവസ്വം ബോർഡിലെ മാനേജറാണ് ഇവിടെ ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. നല്ല വ്യക്തിയാണ്. നല്ലൊരു ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാവണം, നല്ല പ്രവർത്തകരാവണം. എല്ലാ ദിവസവും മാറ്റം വരണം. ഈ ക്ഷേത്രത്തിനകത്ത് വന്നിരിക്കുന്ന ധാരാളം പ്രായമുള്ളവർ ഇവിടെ ഉണ്ട്. 10 വർഷം മുമ്പ് ഈ ക്ഷേത്രം എങ്ങനെയുണ്ടായിരുന്നു, ഇപ്പൊ ഈ ക്ഷേത്രം എങ്ങനെയുണ്ട്? 10 വർഷം മുമ്പുള്ള മാതിരി തന്നെയാണ് ഈ ക്ഷേത്രം ഇപ്പോഴും ഉള്ളതെങ്കിൽ ഈ ക്ഷേത്രം വളർന്നിട്ടില്ല. ഈ ക്ഷേത്രം സ്റ്റാഗ്നന്റ് ആണ്. മാറ്റം വരാത്തതെല്ലാം ഡെഡ് ആണ്. ആൻഡ് സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. വ്യത്യാസം ഉണ്ടാവണം, നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം അമ്പലത്തിനകത്ത്. ഒരു വ്യക്തി 10 വർഷം മുമ്പുള്ള മാതിരി തന്നെയായി ഇപ്പോഴും ഉള്ളതെങ്കിൽ അയാൾ ഈസ് നോ യൂസ്ഫുൾ മാൻ അറ്റ് ഓൾ, യൂസ്ലെസ്. യാതൊരു മാറ്റവും ഇല്ലാത്തതിന് എന്താ പറയാ? ഗ്രോത്ത് ഇല്ല, പ്രോഗ്രസ് ഇല്ല, ഡെവലപ്മെന്റ് ഇല്ല, റിമൈനിങ് ദ സെയിം. അതിപ്പോ നമ്മൾ ആരും ഇല്ലെങ്കിലും ആ അമ്പലം അങ്ങനെ പോയിക്കൊള്ളില്ലേ? അപ്പൊ അതുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, നല്ല മാറ്റം ഉണ്ടാവണം, ക്ലീൻ ആൻഡ് നീറ്റ് ആവണം. അമ്പലത്തിലെ പൂജാരിമാരുടെ പൂണൂല് വെളുത്തതായിരിക്കണം. അമ്പലത്തിലെ പൂജാരിമാർ ഉടുക്കുന്ന മുണ്ട് ഡബിള് കാലിന്റെ അറ്റം വരെ എത്തണം. ചെറിയ ഇത്രയുള്ള 15 രൂപയുടെ മുണ്ടെടുത്താൽ പോരാ.
അതുപോലെ തന്നെ നല്ല ചന്ദനം തൊട്ടിട്ട് മുഖത്തൊരു ചൈതന്യം ഉണ്ടാവണം, കഴുത്തിലൊരു മാല ഇടണം, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി മേടിച്ചു കൊടുക്കാം. അതൊരു കണ്ടാൽ പൂജാരിക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവണ്ടേ. അർച്ചകസ്യ പ്രഭാവേന ശിലാ ഭവതി ശങ്കര. അർത്ഥം മനസ്സിലായില്ല? അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ആ ഒരു കല്ല് ഈശ്വരനായി മാറുന്നത്. അമ്പലത്തിലെ ദേവസ്വം ബോർഡിലെ മീറ്റിങ്ങുകളിൽ എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, ശബ്ദം താഴ്ന്നിരിക്കണം മീറ്റിങ്ങുകൾ. ഈ മാറ്റമൊക്കെ വരുമ്പോഴാണ് മുല്ലക്കൽ ക്ഷേത്രം അതിഗംഭീരാവുക. ഈ പ്രദേശത്തിന്റെ മൊത്തം വളർച്ചയ്ക്ക് കാരണമായ മുല്ലക്കൽ ക്ഷേത്രത്തിൽ നിങ്ങൾ വരുമ്പോൾ, കൈ കൂപ്പി തൊഴുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് 8 തരത്തിലുള്ള ആരാധന: ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം. ഇതെട്ടും ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതിനാ അമ്പലത്തിലേക്ക് വരുന്നത്. ശ്രവണം, മന്ത്രങ്ങളും ഭഗവത്ഗീതയും കീർത്തനങ്ങളും വേദമന്ത്രങ്ങളും മണിശബ്ദവും കേൾക്കുന്നു. ആരാധനയുടെ 1-ാം ഭാഗം. ദർശനം, നല്ല ക്ഷേത്രാന്തരീക്ഷം, ശ്രീകോവില്, വിഗ്രഹം ദർശിക്കുന്നു. കീർത്തനം, മന്ത്രങ്ങൾ ചൊല്ലുന്നു. സ്മരണം, ഈശ്വരനെ സ്മരിക്കുന്നു. കയ്യുകൂപ്പി വന്ദിക്കുന്നു, ഏത്തമിട്ട് വന്ദിക്കുന്നു, നിലത്ത് തൊട്ട് വന്ദിക്കുന്നു, അല്ലെങ്കിൽ 3 ഭാഗം തൊട്ട്. ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ശിരാകേന്ദ്രം ബ്രെയിൻ, ശരീരത്തിന്റെ പ്രാണന്റെ നിലനിൽപ്പ് മൂക്ക്, ശരീരത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് ഹൃദയം. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ തൊഴുന്നത്. കാതിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി, ചിന്താമിത്രോ ദേവത. ഇവിടെ ദേവത, ഇവിടെ ജീവാത്മാവ് നിലനിൽക്കുന്നു, ഇവിടെ ശരീരത്തിന്റെ കൺട്രോളുള്ള പരമാത്മാവ് സഹസ്രാരം എന്ന് യോഗ ഭാഷയിൽ പറയും. ഇതും വന്ദനം. പ്രദക്ഷിണം വെക്കുന്നത് വന്ദനമാണ്, സാഷ്ടാംഗം നമസ്കരിക്കുന്നത് വന്ദനാണ്, കാല് തൊട്ട് തലയിൽ വെക്കുന്നത് വന്ദനാണ്, ഏത്തമിടുന്നത് വന്ദനാണ്, വെറുതെ നെറ്റിയിൽ തൊടുന്നത് വന്ദനാണ്, സൈക്കിളിൽ പോകുന്ന ആള് കാല് നിലത്ത് കുത്തിയിട്ട് ഈശ്വര എന്ന് വിളിക്കുന്നത് വന്ദനാണ്. പി ഗോവിന്ദപിള്ള പടവങ്ങാടി ഗണപതി കോവിലിന്റെ മുമ്പിൽ ഒരു 1/2 മണിക്കൂർ നിൽക്കാറുണ്ട്, തൊഴാറില്ല. ഞാൻ നേരെ കൈ താഴ്ത്തിട്ടാണ്, അതും വന്ദനാണ്. തൊഴണം നിർബന്ധമില്ല. അമ്പലത്തിന്റെ മുമ്പിൽ കൈകെട്ടി താഴത്തേക്ക് നിന്നാൽ ഇസ് മോർ ദാൻ വന്ദനം. അർച്ചനം, ധാന്യം ഉപയോഗിച്ചോ, പൂവ് ഉപയോഗിച്ചോ, ഇല ഉപയോഗിച്ചോ, നാണയം ഉപയോഗിച്ചോ അർച്ചന നടത്താം. അതുപോലെ സമർപ്പണം. അമ്പലത്തിലേക്ക് തിരുനൂല്, എണ്ണ, പൂവ് ആവശ്യമുള്ളത് സമർപ്പിക്കാം. അമ്പലത്തിലെ നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ സമർപ്പിക്കാം. ഒരു അമ്പലം പണിയുമ്പോൾ ഇഷ്ടിക കൊടുക്കുക. ആ അമ്പലം എത്ര കാലം ഉണ്ടോ അത്രയും കാലം നിങ്ങളുടെ ഇഷ്ടിക അവിടെ ഉണ്ടാവും. അമ്പലം പണിയാൻ സിമന്റ് കൊടുക്കുക. ഒരു 10 പാക്കറ്റ് സിമന്റ്. അടുത്ത തലമുറയും കഴിഞ്ഞ് പിന്നത്തെ തലമുറയാവുമ്പോൾ പറയാം, എന്റെ അച്ഛൻ കൊടുത്ത സിമന്റ് കൊണ്ടാണ് ഈ അമ്പലം നിർമ്മിച്ചത്, സന്തോഷം, അച്ഛന്റെ അച്ഛൻ കൊടുത്ത സിമന്റാ എന്നും ഉണ്ടാവും. 5000 രൂപ അന്നദാനത്തിന് കൊടുത്താൽ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിക്കുന്നതിന് പകരം ഇവിടെ ഊണ് കഴിച്ചതിന് ശേഷം സാമ്പാറിന് ഉപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ട് പോകും. അതിനേക്കാളും കൺസ്ട്രക്റ്റീവായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുക. സമർപ്പണം എക്സലന്റ് ആയിട്ടുള്ളതാണ്. സമർപ്പിക്കുക. അവസാനത്തേത് സേവനം, പാവപ്പെട്ടവർക്ക് സഹായിക്കുക. അതാണ് ഈശ്വരാരാധന. നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇവിടെ അന്നദാനം ചെയ്യുന്നതിന് പകരം പാക്കറ്റ് ആക്കിയിട്ട് മുക്കുവന്മാരുടെ കുടിലിൽ കൊണ്ടു കൊടുക്കാം. പാവങ്ങൾ ധാരാളം പേരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവര്. അതാണ് ഏറ്റവും വലിയ ഈശ്വരാരാധന. മനുഷ്യനെ, ജീവജാലങ്ങൾക്ക് നന്മ വരുത്താനുള്ള ഭക്ഷണം കൊടുക്കുക, ആഹാരം. അന്നം ബ്രഹ്മേതി വിജാനാത്. അതാണ് സേവനത്തിന്റെ അവസാനമാണ്. വിശക്കുന്നവന് ചോറ്, രോഗിക്ക് ഔഷധം, അതുപോലെ തന്നെ അനാഥൻ ഒരു തലോടല്, വൃദ്ധൻ ഒരു സമാശ്വാസം. ഇതാണ് ഏറ്റവും വലിയ സേവനം. ഇത് കൊടുക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഓർമ്മിക്കാം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 3% സമയം, 3% മാസവരുമാനം, 3% നിങ്ങളുടെ ഊർജം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക. നിങ്ങൾ എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നു ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്.